ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ടും സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് സ്കൂളിലോട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ട് പറ്റിയിട്ടുള്ളതും, അതുപോലെ 4 മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് നമുക്ക് ആകെ വേണ്ടത് ഒരു ബ്രെഡ് നമുക്ക് ബ്രൗൺ ബ്രെഡോ വൈറ്റ് ബ്രെഡോ ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു മുട്ട, അതുപോലെ ഒരു സവാള, 2 പച്ചമുളക്, പിന്നെ അല്പം ചുവന്ന മുളകും കുറച്ച് ഓയിലും. ഇത്രയും മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് കാണാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കുട്ടികൾക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പച്ചമുളക് ഇതിലോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ നമുക്ക് ചുവന്ന മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ബ്രെഡ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആ മുളകും ഉപ്പും എല്ലാം നമ്മുടെ ബ്രെഡിലും കൂടി പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കണ്ടേന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവർ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ടോ ജോലി സ്ഥലത്തോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ? എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.